ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണം ഭാഗം 419. ഇന്ന് ഫെബ്രുവരി മാസം 22-ാം തീയതി 53-ാമത്തെ ദിവസത്തിലെത്തി. നേതാവാകാനുള്ള സ്വയം നടത്തിയ മുഴുവൻ പരിശ്രമങ്ങളെയും മോശ എന്ന് പറയുന്ന മനുഷ്യനെ ഒടുവിൽ എവിടെയാണ് എത്തിച്ചത്? ദൈവം മനുഷ്യനായി അവതരിച്ച ക്രിസ്തു യേശു തൻ്റെ ഭൂമിയിലെ പരസ്യ പ്രവർത്തന കാലത്ത് എന്തുമാത്രം നേരങ്ങളിൽ സ്വയം പിൻവാങ്ങുകയും വിജനതയിൽ പിതാവാം ദൈവത്തോടൊത്ത് പ്രാർത്ഥനയിൽ ശ്രേഷ്ഠമായ ഒരു സംസർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നും നമ്മളിങ്ങനെ ഒരു താരതമ്യ പഠനബോധത്തോടുകൂടി കഴിഞ്ഞ പുലരികളിൽ കണ്ടതാണ്. ഓരോ നേതാവും ഇതൊന്ന് ശീലിക്കേണ്ടതാണ്. അതിനു മുമ്പ് ഇത് കണ്ടെത്തേണ്ടതും മനസ്സിലാക്കേണ്ടതും പറ്റാവുന്നത്രയും അളവിൽ ഉൾക്കൊള്ളേണ്ടതുമാണ്. അവനാവട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങുകയും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. മനസ്സുകൊണ്ടായിരുന്നു യേശു ആ കുഷ്ഠരോഗിയെ തൊട്ടത് കേട്ടോ. അതും സൗഖ്യപ്പെടുത്തുന്നതിന് മുമ്പ്. ഈ മനസ്സലിവ് പതിയെ പതിയെ നഷ്ടപ്പെടുന്ന നേതാക്കളാണ്. അവനവൻ കടമ്പയിൽ തട്ടി നിന്നു പോകുന്നവരും വീണുപോകുന്നവരും. ആൾക്കൂട്ടമാണ് ഇങ്ങനെയുള്ള നവ നേതാക്കന്മാരുടെ ലക്ഷ്യവും ആവേശവും ആവശ്യവുമൊക്കെ. അവരുടെ ഉള്ളു പൊള്ളയാണ്. ഇനി ഉള്ളതാവട്ടെ ഒന്ന് പരിശോധിച്ച് കണ്ടെത്തിയാൽ ദുഷ്ടതയും വഞ്ചനയും ആണ്. ഇടവേളകളിൽ വിജനതയിലേക്ക് യേശു എന്തിനാണ് ബോധപൂർവം പിൻവാങ്ങുന്നത്? അത് റീചാർജിങ് ആണ് കേട്ടോ. വലിയ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും ഇതിനെ ഒരു റീചാർജിങ്ങിൻ്റെ ടൈമായിട്ട് കണക്കാക്കേണ്ടതാണ്, ഉൾക്കൊള്ളേണ്ടതാണ്, അതിനനുസരിച്ച് പ്രതികരിക്കേണ്ടവരാണ്. നേതാവ് എന്നും നയിക്കേണ്ട ആൾ എന്നൊക്കെ പറയുമ്പോൾ മോശയും യേശുവും കയറി വന്നു എന്നതുകൊണ്ടും അവർക്കൊക്കെ മാത്രം മാദകമായ വിചാരവും വിളിയുമാണ് ഇതെന്ന് ദയവായി ആരും തെറ്റിദ്ധരിക്കുകയും വരുത് കേട്ടോ. ഒരു കുഞ്ഞ് വീടെടുത്ത് അവിടുത്തെ അപ്പൻ അമ്മ എന്നിവരെ പറ്റി ഒന്ന് ഓർത്താലോ. അതായത് നമ്മളെക്കുറിച്ചാണേ. അവരൊക്കെ അതിനും കുറച്ചു കാലം മുമ്പ് അലങ്കരിച്ചിരുന്ന സ്ഥാനമില്ലേ മകൻ മകൾ എന്നത്? അതൊക്കെ അവരും ഇപ്പോൾ ഓർക്കുന്നുണ്ടാവുമോ? പിന്നീട് കൈവന്ന ഭാഗ്യങ്ങളായ ഭർത്താവ് ഭാര്യ എന്നതും ഇതിനിടയിൽ എവിടെയോ കൈമോശം വന്നിട്ടുണ്ട്. ഒന്നിൻ്റെ തുടർച്ചയല്ലേ ബാക്കിയല്ല. വേരറ്റ് പോയാലോ, ചുവട് ഇടറിപ്പോയാലോ, പിന്നെ തുടർന്നുള്ള ഭാഗത്തിനും അവസ്ഥയ്ക്കും എന്തെങ്കിലും വല്ല നിലനിൽപ്പുണ്ടോ? ഒന്നുമില്ല. എവിടെയൊക്കെയാണ് പിഴവ് പറ്റിയത്? ഒന്ന്, ദൈവം വിളിച്ചതാണ് ഈ ജീവിതമെന്ന് മറന്നുകളയും. ഓർക്കാനേ ഒട്ടും നേരവും താല്പര്യവും ഇല്ലാതായി, ചിലർക്ക് സാഹചര്യവും ഇല്ലാതായി. അടുത്തത്, ആ ദൈവവുമായ സംസർഗമോ കൂടിയാലോചനകളോ നടത്താറില്ല, നിലനിർത്താറുമില്ല. എന്തൊരു തിരക്കിൻ്റെയും പ്രശസ്തിയുടെയും പ്രഭയും പ്രലോഭനവും നിലനിൽക്കുന്നതിൻ്റെ ഇടയിൽ നിന്നാണ് യേശു വിജനതയിലേക്ക് മാറിയത്. യേശുവിൻ്റെ സൗഖ്യ സംഭവത്തെ കുഷ്ഠരോഗിയുടെ ദിനം എന്ന് മാത്രമായി ചുരുക്കരുത്. അതിലും വലിയ അത്ഭുതമല്ലേ യേശുവിൻ്റെ പിൻവാങ്ങല്? നിശബ്ദതയിലെ കുറച്ചു നേരവും. ഒന്ന് ശ്രമിച്ചുകൂടെ വൈകിയ വേളയിലെങ്കിലും? നോമ്പിൻ്റെ കുറച്ച് പുതിയ ഏറ്റെടുക്കലുകൾ അങ്ങനെ നമ്മളിൽ നന്നായി സംഭവിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.